ഹലോ, എല്ലാവർക്കും ശ്രേഷ്ഠിക്ക് സ്വാഗതം. അങ്ങനെ കുറെ വർഷത്തെ കാത്തിരിപ്പു എന്റെ കുറെ നാൾ സാഹചര്യത്തോടും കൂടി ഞാൻ സ്കൂളിൽ ഞാൻ അന്ന് വീഡിയോ ഇട്ട് കാണും. നിങ്ങൾ കണ്ടും കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് നല്ല സന്തോഷമായി. ടെസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, യൂണിഫോം തയ്ക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇനി യൂണിഫോം കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ കിട്ടിയിട്ടില്ല. നാളെ സ്കൂൾ തുറക്കുന്ന അസൈൻമെൻറ്റിനായിരിക്കാം. 3-ാം തീയതിയാണ്. നല്ല സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ സഹായിക്കണം. പ്രാർത്ഥിച്ചെന്നെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കാം. എനിക്ക് ആകെയുള്ളത് മാത്രമായിട്ട് ഇത് സ്കൂളിൽ പോകാമെന്നല്ലോ. എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്. അമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, സാരമില്ല മോനെ, വരുമെന്ന് കാത്തിരുന്ന് സ്കൂളിലോട്ട് പോകുമ്പോൾ എനിക്ക് നല്ല സന്തോഷത്തിനായിരുന്നു ഇരിക്കുകയാണ്. ഇനി 3-ാം തീയതി ഒന്നായാൽ മാത്രം, അതാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമാണ് ആൾക്കാർ ഇച്ചിരി കുറവ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എന്നെ ഷെയർ ചെയ്ത് വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടോന്നേ ഉള്ളൂ സ്കൂളിൽ പോകാനൊക്കെ. പക്ഷേ ഇനി എന്തോ ചെയ്യാനാ, തീ ഇനി ആളി കത്താൻ പോവല്ലേ. തീ ഇങ്ങനെ മഴയൊക്കെ തണഞ്ഞിരിക്കുവായിരുന്നു. തീ ഇനി ആളിക്കത്തി നമ്മളെല്ലാം ഉരുക്കും. അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് ഇന്നാലും എനിക്ക് അതൊക്കെ ഒന്നും സാരിയില്ല. പക്ഷെ നല്ല സന്തോഷമുണ്ട്. നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാട്ടോ എനിക്ക്. അതുകൊണ്ടാ ഞാനിങ്ങനെ സന്തോഷത്തിരിക്കുന്നത്. ചിരിയോടിരിക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എനിക്ക് സ്കൂളിൽ പോകണ ആഗ്രഹം ഇല്ല എന്നായിരിക്കും നിങ്ങളിപ്പോൾ കരുതുന്നത്. അല്ല കേട്ടോ, എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകണ അമ്മ പറഞ്ഞ് ഞാൻ മടുത്തു. വായിന്ന് നാക്കെടുത്തില്ല സ്കൂളിൽ പോകണമെന്ന്. അപ്പോഴേക്കും സ്കൂൾ വന്നു. ഒരു ദിവസം അത് നടന്നത്. എന്തൊക്കെയായാലും വേളയത് ഒരു വീഡിയോയിലുണ്ട്. നമ്മുടെ ശ്രേയസ് വേണ്ട അടിച്ചാൽ മതി കേട്ടോ, അപ്പം കിട്ടുവേ. അപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളതായിരുന്നു. ഇപ്പം അത് നടന്നു കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് കൂടുതലായിട്ട് നന്ദി പറയാനുള്ളത് ദൈവത്തിനോട് മാത്രമാണ്. ദൈവത്തിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ള ആഗ്രഹം. ഒരു നടപ്പിലായപ്പോൾ എന്തോ എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഇതേ പറയാൻ പറ്റുന്നുള്ളൂ. ഒരു തീ ആളിക്കത്തിയപ്പോൾ മറ്റേ തീ നല്ല രീതി നമ്മളെല്ലാവരും ഉരുക്കുന്ന രീതി അങ്ങ് ആളിക്കത്തി. അതാണ് എനിക്ക് പറയാൻ പറ്റിയത്. നിങ്ങളോട് എനിക്ക് അതേ പറയാൻ എനിക്ക് ഒരു വാക്കും കൂടെ പറയാവുള്ളൂ. നിങ്ങളൊക്കെ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അംഗനവാടിയിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ പോയ ടൈമിൽ നിങ്ങൾ കരച്ചിലാണോ, ദേഷ്യമാണോ, സന്തോഷമാണോ വരുന്നതെന്ന് നിങ്ങളൊന്ന് ഇത് വീഡിയോയിൽ കമൻറ്റിൽ ഇമോജി ആയിട്ട് ഇടണേ. പിന്നെ ആണെങ്കിൽ നാളെ മൺഡേ ആയിട്ട് സ്കൂൾ തുറക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം എൻ്റെ കൂടെ ഒപ്പം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആ പ്രാർത്ഥന എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. എനിക്ക് അതേ പറയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.